നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഈ ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ ഓരോ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ പ്രപഞ്ചം മുഴുവൻ സ്നേഹം വ്യാപിക്കുന്നതായി അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും വീണ്ടും ഹാർട്ട് പ്ലസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ മെഡിറ്റേഷൻ, ക്ലീനിങ് എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ പല ഘടകങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ സൈഡിൽ നിന്നും ഒരു അഭ്യർത്ഥന എന്നുള്ള രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ എന്തോ റിക്വസ്റ്റ് ചെയ്യുന്നു, നമ്മളെക്കാളും ഹയർ അതോറിറ്റിയോട് റിക്വസ്റ്റ് ചെയ്യുന്നു. നമ്മളെ കൊണ്ട് സാധ്യമല്ലാത്ത ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർക്കും സാധ്യമല്ലാത്ത കാര്യങ്ങൾ, ഇത് നടപ്പാക്കാൻ പറ്റുന്ന ഒരു ഹയർ അതോറിറ്റിയോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം. നമുക്ക് ഉള്ളിലൊരു പ്രത്യാശയുണ്ട്, ഒരു വിശ്വാസമുണ്ട്. പക്ഷേ ഈ പ്രാർത്ഥന നമ്മൾ നടത്തുമ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത് നമ്മുടെ പുറകിലുള്ള ഇന്റൻഷൻ ആണ് എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. എന്താണ് മനോഭാവം? വാട്ട് വാസ് ദ ഇന്റൻഷൻ? നമ്മൾ പലപ്പോഴും വാക്കുകളെ പറ്റിയിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്, ചിന്തകളെ കുറിച്ചിട്ട് പ്രാധാന്യം പറയുന്നത്. ചിന്തകളെ ശ്രദ്ധിക്കുക. അപ്പൊ ചിന്തകളുടെ അടിയിലുള്ള ഇന്റൻഷൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമ്മുടെ ഇന്റൻഷൻ എന്തായിരുന്നു?
ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ട് നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പലപ്പോഴും തെറ്റായിട്ട് നമ്മൾ ധരിക്കാറുണ്ട്. ഈശ്വര എൻ്റെ രോഗം മാറ്റണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയിൽ ഒരു തെറ്റുമില്ല. നമ്മളെക്കാൾ ഒരു ഹയർ അതോറിറ്റി ഉണ്ട്, ഒരു ഈശ്വരൻ ഉണ്ട് എന്നുള്ള സങ്കല്പമുണ്ട്. പക്ഷെ എന്തായാലും ഇന്റൻഷൻ എന്താണ്, എൻ്റെ അടിയിലുള്ള വിശ്വാസം എന്താണ്? അതായത് ഞാൻ രോഗിയാണ് എന്നുള്ളതാണ് ആദ്യത്തെ വിശ്വാസം. രണ്ടാമത്തെ വിശ്വാസം എന്താണ്? എനിക്കെന്തോ മോശമായിട്ടുള്ള കാര്യം സംഭവിച്ചിരിക്കുന്നു. അതായത് ഈശ്വരൻ എൻ്റെ ജീവിതത്തിൽ മോശമായിട്ടുള്ള ഒരു കാര്യം ചെയ്തിരിക്കുന്നു. ഈശ്വരൻ എൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണ്? നമുക്ക് നല്ലതായിട്ടുള്ള ഒരു കാര്യത്തെ മാറ്റാൻ നമ്മൾ ഈശ്വരനെ നിർബന്ധിക്കുകയാണ്. നമുക്ക് നല്ല കാര്യത്തിനായിരിക്കും അത് തന്നിട്ടുള്ളത്. ഒരിക്കലും ഒരു മോശം കാര്യം നമ്മുടെ ജീവിതത്തിൽ വരില്ല. നമ്മൾ ഡിസ്കസ് ചെയ്തു, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. കാരണം നമ്മുടെ ഉള്ളിലുള്ള സംസ്കാരങ്ങൾ അൺവൈൻഡ് ചെയ്ത് വരുന്നത് കൊണ്ടാണ് ഈ ജീവിതാനുഭവങ്ങൾ ഉണ്ടാവുന്നത്. അതേക്കുറിച്ച് കൂടുതൽ ഡെപ്തിൽ നമുക്ക് സംസാരിക്കാം. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ അനുഭവങ്ങളും നമ്മുടെ തന്നെ ഉള്ളിൽ നമ്മൾ സൃഷ്ടിച്ച ഇംപെർഫെക്ഷൻസിന്റെ റിഫ്ലക്ഷനാണ്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് പുറമെ ഒരു ഇംപെർഫെക്ഷൻ കാണാൻ പറ്റില്ല. സൂര്യന് അന്ധകാരം കാണാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ. അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു രൂഢമൂലമായിട്ടുള്ള ഒരു വിശ്വാസമുണ്ട്. ഈശ്വര എന്നെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലൊരു വിശ്വാസമില്ല. അതായത് ഈശ്വരൻ എന്നെ രക്ഷിക്കുന്നില്ല എന്നൊരു വിശ്വാസമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനകൾക്കൊക്കെ ആൻസർ ലഭിക്കും. പക്ഷെ എവിടെ നിന്നാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് നമ്മുടെ എക്സ്പെക്ടേഷൻസ് തന്നെയാണ്. നമ്മൾ തന്നെ ഉപബോധ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ തന്നെ എക്സ്പെക്ടേഷൻസും നമ്മുടെ ഇംപ്രഷൻസും പേഴ്സണാലിറ്റീസും അവിടെ നിന്നാണ് നമുക്ക് ഉത്തരം വരുന്നത്. നല്ല മാർക്ക് കിട്ടണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട്, നല്ല മാർക്ക് കിട്ടിയാലേ ജീവിക്കാൻ പറ്റും. അപ്പോൾ അതിന് പറ്റിയൊരു പേഴ്സണാലിറ്റി ഉള്ളിലുണ്ട്. നമ്മൾ അതിനോടാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. ചെറിയ പ്രാർത്ഥന നമ്മൾ നടത്തുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു പേഴ്സണാലിറ്റിയോടാണ്. നല്ലോണം പഠിക്കും. അപ്പോൾ നല്ലോണം പഠിക്കുമ്പോൾ നല്ല മാർക്ക് കിട്ടും. അത് ആക്ടിവേറ്റഡ് ആവുകയാണെങ്കിൽ വെറും പ്രാർത്ഥനയുടെ കാര്യമില്ല, അതിൻ്റെ പുറകിൽ നമ്മൾ പവർ കൊടുക്കണം, തോട്ട് കൊടുക്കണം. തോട്ട് വിത്തൗട്ട് പവർ, വിത്തൗട്ട് വിൽ, അതിനൊന്നും ഒരു അർത്ഥമില്ല. അത് വെറും പുക പോലെ അങ്ങോട്ട് പോകും. അപ്പൊ ചിന്തയുടെ കൂടെ വില്ല് അറ്റാച്ച് ചെയ്യുമ്പോൾ അത് സങ്കല്പമായിട്ട് മാറുന്നു, അത് നടക്കുന്നു. പക്ഷെ അത് ഉത്തരം നൽകുന്നത് നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയാണ്. ആ ടോട്ടാലിറ്റിയിൽ പ്രപഞ്ചത്തിന്റെ മുഴുവൻ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രവൃത്തിക്ക് അതിൽ ഗുണമുണ്ടാവുണ്ടോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഏത് ദേവനെയാണോ പൂജിക്കുന്നത് ആ ദേവൻ നിങ്ങളുടെ കാര്യം സാധിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ അവിടെ നിൽക്കുന്നതാണ്. അതിനുള്ള ശക്തി ഞാൻ തന്നെയാണ് തരുന്നത്. അതായത് എല്ലാ പവറും വരുന്നത് സോഴ്സ് തന്നെയാണ്, ഒരു ഡിഫറൻസും ഇല്ല. പക്ഷേ നമ്മൾ അവിടെ ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് ചാരുജി മഹാരാജ് എക്സ്പെക്ട് നോട്ട് ദൗ ഷാൽ നോട്ട് ബി ഡിസപ്പോയിന്റഡ് എന്ന് പറയുന്നത്. നമ്മുടെ എക്സ്പെക്ടേഷൻസ് ഒക്കെ നമ്മുടെ പാസ്റ്റിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ പാസ്റ്റ്, നമ്മുടെ ചരിത്രത്തിന്റെ പാസ്റ്റ്, നമ്മൾ അതിൽ നിന്നാണ് നമ്മൾ ശരിയും തെറ്റൊക്കെ വിശകലനം ചെയ്യുന്നത്. നമ്മളതിന് പവർ കൊടുക്കുകയാണ്. ആ പവർ കൊടുക്കുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും പാസ്റ്റിനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫ്യൂച്ചർ നമ്മുടെ പാസ്റ്റിന്റെ ഒരു ആവർത്തനമായിട്ട് മാറും. ഇതാണ് നമുക്ക് കാണുന്നത്. സയൻസ് ആയാലും ഫ്യൂച്ചർ വരുന്നത് പാസ്റ്റിന്റെ ആവർത്തനമാണ്. നമ്മൾ പഴയ ലിറ്ററേച്ചർ വായിക്കുന്നു, അതിൽ തന്നെ പ്രവർത്തിക്കുന്നു, അതേ റിസൾട്ടായിട്ട് പഴയതായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു. പുതിയൊരു കാര്യം വരുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യില്ല പലപ്പോഴും. അങ്ങനെയുള്ള സയന്റിസ്റ്റൊക്കെ പലപ്പോഴും പെർസിക്യൂട്ട് ചെയ്യപ്പെടുന്നു. അത് മെറ്റീരിയൽ ഡയമെൻഷനാണ്, സ്പിരിച്വൽ ഡയമെൻഷനാണ്. പക്ഷേ ആ തരത്തിൽ റെവലേഷൻ കിട്ടിയിട്ടുള്ള സയന്റിസ്റ്റ് അല്ലെ ഋഷിമാർ, അവര് പുറമേ നിന്നുള്ള ഫീഡ്ബാക്കിന് കാത്തുകാരില്ല. അവർക്കറിയാം അത് ശരിയാണ് എന്നുള്ളത്. പിൽക്കാലത്ത് അത് ശരിയാണ് എന്ന് തെളിയിക്കപ്പെടും. മഹാത്മാഗാന്ധിജിയുടെ കഥ എടുത്താൽ അറിയാം. അഹിംസ, സത്യാഗ്രഹം, സത്യം, അദ്ദേഹം അതിൽ മുറുക്കെ പിടിച്ചു. ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉയരുക, ആ പൂർണ്ണതയിലേക്ക് എത്തുക എന്നുള്ളതാണ് കാണിച്ചു തന്നൊരു വളരെ റെയർ ആയിട്ടുള്ളൊരു മഹാനായിട്ടുള്ള ഒരു നേതാവ് എന്ന് പറയാം മഹാത്മാഗാന്ധിജിയുടെ. നമ്മൾ പലരെയും പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിന്റെ ഉള്ളിൽ ഇത്രയും തിരക്കിന്റെ ഇടയിലും ഇതാണ് ലക്ഷ്യമെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇവിടെ കിട്ടുന്നതൊന്നുമല്ല പ്രാധാന്യം. നമ്മൾ ഇവിടെ എന്തൊക്കെ വിജയം പ്രാപിച്ചാലും അത് കാര്യമില്ല. എൻ്റെ മനസ്സ് പൂർണ്ണതയിലേക്ക് എത്തണം എന്ന് തിരിച്ചറിഞ്ഞൊരു വ്യക്തിയാണ്. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയിൽ അങ്ങനെ ഒരു ആസ്പെക്ട് കൊണ്ടുവരണം. നമ്മൾ ഈ മെറ്റീരിയൽ ഡയമെൻഷനിൽ നമ്മുടെ പൂർവ്വകാല എല്ലാ തരത്തിലുള്ള
സങ്കല്പങ്ങളെയും എക്സ്പെക്റ്റേഷനെയും മറികടന്നിട്ടുള്ള ഒരു തലത്തിലേക്ക് എത്താനായിട്ട്. ശരിക്കും ഉയർച്ച എന്ന് പറഞ്ഞാൽ അതാണ്. പാസ്റ്റിൽ നിന്ന് മോചനം, അതിനാണ് മോക്ഷം എന്നൊക്കെ പറയുന്നത്. എല്ലാ തരത്തിലുള്ള പാസ്റ്റിന്റെ കണക്ഷനിൽ നിന്ന് മോക്ഷം ലഭിച്ചിട്ട് നമ്മൾ അടുത്ത ഡയമെൻഷനിലേക്ക് വരികയാണ്. അപ്പം അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പർപ്പസിൽ ഈ ഒരു ആസ്പെക്റ്റ് കൊണ്ടുവരണം. നമ്മൾ ആ ഹയസ്റ്റ് ലക്ഷ്യത്തിലേക്കാണ് നമ്മുടെ മനസ്സ്. അപ്പം നമ്മൾ പ്രാർത്ഥന നടത്തുന്നത്, അങ്ങാണ് എൻ്റെ ജീവിത ലക്ഷ്യം, യഥാർത്ഥ ജീവിത ലക്ഷ്യം. സഹജമാർഗത്തിൽ പ്രാർത്ഥനയിൽ ഓ മാസ്റ്റർ ദൗ ആർ ദ റിയൽ ഗോൾ ഓഫ് ഹ്യൂമൻ ലൈഫ്. മാസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫൈനൽ വേർഷൻ, നമ്മുടെ ഉള്ളിലുള്ള ഫൈനൽ വേർഷൻ ഈശ്വരൻ, അദ്ദേഹത്തെ നമ്മൾ അഭിസംബോധന ചെയ്യണം. നമ്മൾ അദ്ദേഹം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ കുടുങ്ങി കിടക്കുന്നുള്ളതാണ്. എൻ്റെ ഉള്ളിലുള്ള മറ്റേതൊക്കെ നമ്മൾ അദ്ദേഹം എന്ന് പറയും. ഇപ്പൊ നമ്മൾ പുറമെ നോക്കുന്ന കാര്യങ്ങളൊക്കെ അത് ഇത് മറ്റുള്ളത് എന്നൊക്കെ പറയുന്നു. ശരിക്കും അങ്ങനെയൊന്നുമില്ല. രമണ മഹർഷി പറഞ്ഞ മാതിരി ദർ ഇസ് നോ അതർ എന്നാണ്, ദർ ആർ നോ അതേഴ്സ്. പക്ഷെ അത് നമുക്ക് അറിയില്ല, അതുകൊണ്ടാണ് നാം മറ്റുള്ളത് എന്ന് പറയുന്നത്. അപ്പൊ ഈ മറ്റുള്ളത് എന്നുള്ളതിന്റെ ചിന്ത നമ്മുടെ സ്പിരിച്വാലിറ്റിയിലുണ്ട്. നമ്മളെക്കാൾ ഉയർന്ന ഒരു വ്യക്തിത്വം അവിടെ ഉണ്ട്, അവിടേക്ക് എനിക്ക് ഉയരണം. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയും നമ്മൾ ഇപ്പോഴുള്ള തലത്തിൽ നിന്ന് നമ്മൾ സത്യസന്ധമായിട്ട് അർപ്പിക്കുകയാണ്, അങ്ങാണ് എൻ്റെ ജീവിത ലക്ഷ്യം. അത് നമ്മുടെ വിശ്വാസമായിട്ട് മാറും. അപ്പൊ നമ്മൾ അടിത്തറയിൽ നമുക്ക് ഇവിടെ ഒന്നും ആഗ്രഹമില്ല, നമ്മുടെ ഇന്റൻഷൻ കറക്റ്റായി, ഇന്റൻഷനിൽ ഒരു കളങ്കവും ഇല്ലാണ്ടേ മാറി. അങ്ങാണ് എൻ്റെ ജീവിത ലക്ഷ്യം, ഞാൻ ലക്ഷ്യത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളൊരു ഹ്യൂമിലിറ്റി അവിടെ വരുന്നു. അപ്പൊ ആ വിശ്വാസം ഉണ്ട് അവിടെ. ഈ ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. അപ്പൊ ഞാൻ അവിടെ എത്തിയിട്ടില്ല എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. അത് നമ്മുടെ ഉള്ളിൽ ക്രേവിങ് ഉണ്ടാക്കും, ഹ്യൂമിലിറ്റി ഉണ്ടാക്കും. ഇനി എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പറ്റാത്തത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയും അതിൻ്റെ ഉള്ളിൽ വരുന്നത്. എന്തുകൊണ്ടാണ് എനിക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റാത്തത്, അതിൻ്റെ ശക്തി എന്തുകൊണ്ടാണ് എനിക്ക് ഇല്ലാത്തത് എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ വരുന്നു. അത് നമ്മൾ അംഗീകരിക്കുന്നു. അതേക്കുറിച്ച് അടുത്ത സെഷനിൽ വീണ്ടും ഡിസ്കസ് ചെയ്യാം. നന്ദി, നമസ്കാരം.